പെയിൻറ് 3D എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഗിഫി വീഡിയോകൾ, പിക്ചറുകൾ, 3D പിക്ചറുകൾ അങ്ങനെ ഒരുപാട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾക്കൊന്ന് വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ന്യൂ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാം. 3D വ്യൂവിലാണ് നമ്മൾ നോക്കുന്നത്. നല്ലൊരു എഫക്റ്റ് തിരഞ്ഞെടുത്ത് ഇനി നമ്മൾക്ക് വേണ്ടത് കുറച്ച് 3D ലൈബ്രറിയിൽ നിന്ന് കുറച്ച് പിക്ചറുകളാണ്. നമ്മളൊന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ പിക്ചർ ആഡാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുക. അതിൻ്റെ കളറ് നമുക്കിത് വേണമെങ്കിൽ നമുക്ക് റോട്ടറേറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും 3D പിക്ചറാണ്. ചിരിക്കാം. ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് റോട്ടറേറ്റ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നിലനിർത്താം. ഇനി നമുക്കൊരു പൂമ്പാറ്റേനെ തിരഞ്ഞെടുക്കാം. അതും ലൈബ്രറിയിൽ തന്നെ ഉണ്ടാവും. പൂമ്പാറ്റേനെ തിരഞ്ഞെടുത്ത് വരുമ്പോൾ ഇതേമാതിരിയാണ്. നമുക്ക് ആ പൂമ്പാറ്റേൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കാം. ഇതിപ്പോൾ പൂമ്പാറ്റ എന്നറിയില്ല. സൈസ് ഒന്ന് കുറച്ചാൽ ഇതിനൊരു പൂമ്പാറ്റേൻ്റെ രൂപം കിട്ടുള്ളൂ. നമുക്ക് എന്നിട്ട് ചെറുതായിട്ടൊന്ന് റോട്ടറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊന്നും കൂടി തിരഞ്ഞെടുക്കണം. മറ്റൊരു ജീവജാലത്തിനും കൂടി തിരഞ്ഞെടുക്കാം. ഇതായിക്കോട്ടെ. അതിൻ്റെയും സൈസ് വലിപ്പത്തിലാണ് കാണിക്കുക. നമുക്കതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് റോട്ടറേറ്റ് ചെയ്യണം. അങ്ങനെ ഓരോ പിക്ചറുകളും 3D ലൈബ്രറിയിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ഇതിൽ ആഡ് ചെയ്തിട്ട് നമ്മളുടെ ഭാവന എത്രത്തോളം ഉണ്ടോ അത്രയും ഇത് സുന്ദരമാക്കുക. എനിക്ക് ഇതിൽ അത്ര ഭാവന ഇല്ല. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന മാതിരി ഞാൻ നിങ്ങൾക്കൊന്ന് ഇത് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ മരത്തിൻ്റെ കളറ് മാറ്റാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ, ഇതിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നമുക്ക് കളറ് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം. കളർ മാറ്റുമ്പോൾ അതിൻ്റെ ഭംഗി അത്രയാണ്ട് ഇല്ലാതായി പോവുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ അനുയോജ്യമായ കളറുകൾ സെലക്ട് ചെയ്ത് സാവധാനത്തിൽ ചെയ്യുക. ഞാൻ അങ്ങനെയും സാവധാനത്തിൽ ഇത് ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടും. നമുക്കിതിൻ്റെ ലൈബ്രറിയിൽ നിന്ന് ഒരുപാട് പിക്ചറുകളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട പിക്ചറുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുത്ത് ഇതിൻ്റെ ഭംഗിയൊക്കെ വർദ്ധിപ്പിക്കാം. നമ്മളെ ദിനോസറിന് ഒന്ന് ആയിക്കോട്ടെ, ഒന്ന് എടുത്തിട്ട് നോക്കാം. ദിനോസർ സ്ക്രീനിലേക്ക് ഫസ്റ്റ് വരുമ്പോൾ ആളെ പേടിപ്പെടുത്തുന്ന ദിനോസർ തന്നെയാണ്. നല്ല വലിപ്പാ ഇല്ല കാണിക്കുക. അതും 3D അല്ലേ. നമുക്കതിൻ്റെ സൈസ് ഒന്നാണ് കുറയ്ക്കാം. നമ്മളെ ദിനോസർ ഇത്ര പേടിപ്പെടുത്തുന്നത് വേണ്ട, കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. നമുക്കൊരു കുട്ടി ദിനോസർ മതി. വലിയ ദിനോസർ ആകുമ്പോൾ കുട്ടികൾ പേടിക്കും. നമ്മുടെ ദിനോസറേട്ടൻ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങോട്ടൊന്ന് തിരിയണം. എത്ര വേണമെങ്കിലും തിരിക്കാം. നമുക്കിതിൻ്റെ മുകളിൽ എങ്ങനെ പൊസിഷൻ വേണമെങ്കിലും ചെയ്യാം. അതാണ് ഈ 3D സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത. നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലേക്ക് മാറ്റാം, ഡിസൈൻ എല്ലാം മാറ്റാം. എന്നതാരും പഠിപ്പിച്ചൊന്നുമല്ല, ഞാനും വീഡിയോ കണ്ടിട്ടും ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ ഈ സോഫ്റ്റ്വെയർ ഇങ്ങനെ ഉപയോഗിച്ച് പഠിച്ചതുമാണ്. ഇതും നമുക്ക് പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ
ഓണാശംസകൾ, അങ്ങനെ പല ആശംസ കാർഡുകളും പലതും 3D നമുക്ക് നിർമ്മിക്കാം സ്വന്തമായിട്ട്. ഒന്നില്ലെങ്കിൽ നമുക്കൊരു രസത്തിന് വേണ്ടിയിട്ടെങ്കിലും ഇങ്ങനെ ഓരോ പിക്ചറുകളും എല്ലാം നിർമ്മിച്ച് അതിൻ്റെ ഒരു ഭംഗി കൂട്ടാം. ഇത് വീഡിയോ ആയിട്ട് സേവ് ചെയ്യാം, അല്ലാതെ നമ്മൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുക്കാൻ ഇവിടെ 3-4 ഡോട്ട് ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്താ ടേക്ക് സ്ക്രീൻഷോട്ട്. നമ്മളെ PC-യുടെ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ നമുക്കത് സേവ് ചെയ്യാം. പിക്ചേഴ്സ്. പിന്നെ ഇത് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ അതിനിവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സേവ് ആസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ 3D മോഡൽ കിട്ടും. ഇമേജ് ആയിട്ടാണെങ്കിൽ അങ്ങനെ കിട്ടും. വീഡിയോ ആയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ട വീഡിയോ ആയിട്ട് നമുക്ക് പല രീതിയിൽ റോട്ടറേറ്റ് ചെയ്യും. ഇത് അറിയുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാം. എനിക്കിതിൻ്റെ വലിയ ഐഡിയകളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ സോഫ്റ്റ്വെയറിനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണിത്. എന്തായാലും നല്ല രസമുള്ള പരിപാടിയാണ്, സമയം പോകുന്ന അറിയില്ല. ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളെല്ലാവരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ സേവ് ചെയ്ത് വെക്കുന്നതാ ഏത് രീതിയിൽ വേണോ, ഗിഫി വീഡിയോ ആയിട്ടോ MP4 വീഡിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫോർമാറ്റുകൾ തിരഞ്ഞെടുത്ത് താഴത്തുള്ള ബട്ടണിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സേവ് ആവും. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ഭംഗിയുള്ള വീഡിയോകളാണെങ്കിൽ അതൊക്കെ ഇതേമാതിരി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക. ജനങ്ങൾക്ക് കാണാനൊരു രസം ഉണ്ടാവും. എൻ്റെ വീഡിയോ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.